ഗുഡ് ഈവനിങ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇറഡീമബിളിൻ്റെ കേസിൽ തന്നെ ആഫ്റ്റർ ടാക്സ്, അതായത് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോസ്റ്റിൽ എങ്ങനെയാണ് ഡിബഞ്ചേഴ്സ് പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്താൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഫ്ലൊട്ടേഷൻ കോസ്റ്റ്, അതായത് എന്തെങ്കിലും ഒരു കോസ്റ്റ് വന്നാൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുകയെന്ന് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി delimited issues rupees 2,90,000 debentures at a premium of 10%. The flotation costs are 2%. The tax rate applicable is 60%. Compute cost of debt. അതായത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 2 ലക്ഷം രൂപയാണ് ഡിബഞ്ചറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അവർ ഇഷ്യൂ ചെയ്തത് 10% കൂടെ കൂട്ടിയിട്ടാണ്, അതായത് 2 ലക്ഷം പ്ലസ് 10%, അതും കൂടെ കൂട്ടിയിട്ടാണ് അവർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ വന്നിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത് എത്രയാണ്? 2% ആണ്. ഈ 2% ചിലവ് എന്ന് പറയുമ്പോൾ അത് ഈ 2 ലക്ഷത്തിൻ്റെ ചിലവ് മാത്രമല്ല, ഈ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ 2% ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അതൊക്കെ. പിന്നെ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് 60%, 60%. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു ഇറഡീമബിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു പീരീഡ് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ആഫ്റ്റർ ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, അത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതണം. KD = I × 1 - T / NP × 100. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടില്ല? I ഡയറക്റ്റ്ലി അവർ തന്നിട്ടില്ല, പെർസെൻറ്റേജാണ് തന്നിട്ടില്ല. അപ്പോൾ I കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോമിനൽ വാല്യൂ തന്നെ എടുക്കുക. അതായത് 2 lakh × 9 / 100 = 80,000, 18,000. 18,000 നമുക്ക് കിട്ടി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് T കാൽക്കുലേറ്റ് ചെയ്യണം. T കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 60%, അതായത് 60%. അപ്പോൾ 60 / 100 = 0.6. ഈ 60/100 എന്തിനാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഓക്കെ, 0.6. അപ്പോൾ നമുക്ക് ടിയും കിട്ടി. നമുക്ക് NP കാൽക്കുലേറ്റ് ചെയ്യണം. NP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീമിയത്തിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ എന്ത്, പ്രീമിയത്തിൻ്റെ എമൗണ്ട് പ്ലസ് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മൾ 2 ലാക്കിൻ്റെ 10% കാണും. 2 ലാക്കിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര? 20,000. അപ്പോൾ ഈ 2 ലാക്കിനോട് 20,000 കൂട്ടുക. അപ്പോൾ എത്ര? 2,20,000, അതായത് 2,20,000. ഇവിടെ ഫ്ലൊട്ടേഷൻ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 2,20,000 നമുക്ക് NP ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഫ്ലൊട്ടേഷൻ കോസ്റ്റ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ 2,20,000 എടുക്കാൻ കഴിയില്ല. ഫ്ലൊട്ടേഷൻ കോസ്റ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2% ആണ്. അപ്പോൾ 2,20,000ൻ്റെ 2% കാണണം. 2,20,000ൻ്റെ 2% എന്ന് പറയുമ്പോൾ 4,400 ആണത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2,20,000 നിന്നും 4,400 മൈനസ് ചെയ്താൽ 2,15,600 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 2,15,600. ഇതെങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ലക്ഷമാണ്. 2 ലക്ഷത്തിനോട് 10% പ്രീമിയം കൂടെ കൂട്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് പ്ലസ് ചെയ്തിട്ട് വേണം NP എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഫ്ലൊട്ടേഷൻ കോസ്റ്റും കൂടെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ എമൗണ്ട്, അതായത് ഈ 2 ലക്ഷം അതിൻ്റെ പ്രീമിയം കൂടുള്ള എമൗണ്ടിൻ്റെ 2% കണ്ടിട്ട് ആ എമൗണ്ട് ഈ 2,20,000 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 2% എന്ന് പറയുമ്പോൾ എത്രയാണ്? 4,400. അപ്പോൾ NP എന്ന് പറയുന്നത് 2,20,000 മൈനസ് 4,400 ഡിവൈഡഡ് = 2,15,600. ഓക്കെ, ഇതാണ് NP. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. I എന്ന് പറയുന്നത് എത്രയാണ്? 18,000 × 1 - 0.6 ഡിവൈഡഡ് ബൈ 2,15,600 × 100. ഓക്കെ, മനസ്സിലായില്ല എങ്ങനെ കിട്ടിയെന്നുള്ളത്? എന്നിട്ട് 18,000 × 1 നിന്ന് 0.6 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 0.4 കിട്ടും. അപ്പോൾ 18,000 × 0.4 ഡിവൈഡ് ബൈ 21,500 × 100 = 7,200 ഡിവൈഡ് ബൈ 21,500 × 100. എല്ലാതും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അതായത് 18,000-ന് 0.4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 7,200 കിട്ടും. എന്നിട്ട് 7,200 ഡിവൈഡ് ബൈ 2,15,600. അപ്പോൾ നമുക്ക് 0.033 കിട്ടി. എന്നിട്ട് അതിനെ 100 ഇതാക്കിയാൽ 3.339. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇറഡീമബിൾ ഡെപ്റ്റിൻ്റെ കേസിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ആണെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക, അതായത് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലൊട്ടേഷൻ കോസ്റ്റ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിലിമിറ്റഡ് ഇഷ്യൂസ് ₹2,09,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ദ ഫ്ലൊട്ടേഷൻ കോസ്റ്റ് ആർ 2%.
ദ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ഈ 60%. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് ഇവിടെ ഡിബഞ്ചേഴ്സ് 2 lakhൻ്റെ ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9% ആണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തത്? പ്രീമിയത്തിലാണ്. 10% പ്രീമിയത്തിലാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയുമ്പോൾ 2% ആണ്. ദ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 60% ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എനിവേ നമുക്കൊന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കാം. 2 lakh ആണ് എന്ത് ഡിബഞ്ചറിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 10%, അതായത് 2,20,000 എന്ത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലായി. ഇനി നമുക്ക് പറയുന്നത് കോസ്റ്റിൻ്റെ കേസാണ്, അതായത് 2% കോസ്റ്റ്. അപ്പോൾ ഈ 2% കോസ്റ്റ് നമ്മൾ എവിടെയാണ് കാണേണ്ടത്? അതായത് എന്തിൻ്റെ 2% ആണത്? നമ്മൾ എത്രയിലാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? ഇഷ്യൂ ചെയ്തത് 2,20,000 അപ്പോൾ ഈ 2,20,000 2% ആണ് എന്ത് പറയുന്നത്? കോസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ 2,20,000 2% ആദ്യം കാണുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് 2,20,000 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആ എമൗണ്ട് ആയിരിക്കും ഇവിടെ NP ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. KD = I × 1 - T / NP × 100. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ IO കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ I നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. I = 2 lakh, അതായത് നോമിനൽ വാല്യൂയുടെ 9%. 2 lakh × 9 / 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18,000 കിട്ടി. അപ്പോൾ I നമുക്ക് കിട്ടി. ഇനി നമുക്ക് T ഇവിടെ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 60% ആണ്. അപ്പോൾ 60/100 / 0.6. ഇതെങ്ങനെയാണ് കിട്ടിയതൊന്നും ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. എല്ലാ പ്രോബ്ലത്തിലും ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. സോ 60/100 0.6. അപ്പോൾ നമുക്ക് Iയും Tയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? NP ആണ് വേണ്ടത്. ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ NP = അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു 2 lakh ആണ് എന്ത് ഇതിൻ്റെ നോമിനൽ വാല്യൂ. അതൊക്കെ. അപ്പോൾ 2 lakh എന്തായാലും വരും. അപ്പോൾ 2 lakhൻ്റെ 10%ലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 lakhൻ്റെ 10% കാണാം. 2 lakh × 10 / 100 = 20,000. അപ്പോൾ 20,000 ആണ് പ്രീമിയം എമൗണ്ട് പറയുന്നത്. അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എത്രയിലാണ്? 2,20,000 രൂപയ്ക്കാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയുന്നുണ്ട് 2%. അപ്പോൾ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 2,20,000 2% വേണം ആദ്യം കാണണം. അതാണ് കോസ്റ്റ് വരിക. എന്നിട്ട് ആ കോസ്റ്റ് നമ്മൾ 2,20,000 മൈനസ് ചെയ്യണം. തോന്നുമ്പോൾ നോക്കാം. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയുമ്പോൾ 2,20,000 നമുക്ക് ഓൾറെഡി കിട്ടി. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ പ്രീമിയം എമൗണ്ട് ആണ് എന്ത്? 2,20,000. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 2,20,000 2%. 2,20,000 2% എന്ന് പറയുമ്പോൾ 4,400. 4,400. ഓക്കെ, 4,400 നമുക്ക് കിട്ടി. അപ്പോൾ ഇനി NP കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ 2,20,000 നിന്നും ഈ 4,400 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2,15,600 കിട്ടും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കാൽക്കുലേഷൻ ശരിയല്ലേന്ന് പറയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രോബ്ലം വെറുതെ ഇങ്ങനെ കേട്ടിരിക്കില്ല. ഒരു ബുക്ക് എടുത്തിട്ട് സെയിം പ്രോബ്ലം ഞാനിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,15,600 കിട്ടി. ഈ എമൗണ്ട് കിട്ടിയതിൽ വല്ല ഡൗട്ടും ഉണ്ടോ? അതായത് ആദ്യം 2 ലക്ഷം, 2 ലക്ഷത്തിൻ്റെ 10% അവരെന്ത് ചെയ്തിട്ടുള്ളത്? അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതായത് 2 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2,20,000. ഓക്കെ, 2,20,000. അതിൻ്റെ 2% കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 4,400. അപ്പോൾ ഈ 4,400 ഈ 2,20,000 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 2,15,600. ഓക്കെ, അതാണ് NP. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. Iയും കിട്ടി, Tയും കിട്ടി. ഇപ്പം നമുക്ക് NPയും കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. I എന്ന് പറയുമ്പോൾ 18,000, 1 അത് തന്നെ. പിന്നെ T എന്ന് പറയുമ്പോൾ 0.6, പിന്നെ NP എന്ന് പറയുന്നത് 2,15,600. അതും കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. അതായത് ഒന്നിൽ നിന്ന് 0.6 മൈനസ് ചെയ്താൽ 0.4 കിട്ടും. അപ്പോൾ 18,000 × 0.4. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 18,000 × 0.4 7,200. അപ്പോൾ 7,200 / 21 2,15,600 × 100. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഇതിന് ഇതാക്കുക. അപ്പോൾ 0.033 കിട്ടി × 100. ഓക്കെ, 3.339. ഇതാണ് പെർസെൻറ്റേജ്. ഇതാണ് എന്ത് പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ വരുന്ന സിലബസിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്രോബ്ലംസും. അതായത് ഇപ്പോൾ ഞാനിതിൽ
നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തന്ന എല്ലാ പ്രോബ്ലംസും ഞാനായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതൊന്നുമല്ല, നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റെഡീമബിളിൻ്റെ കേസ് നോക്കാം. ഓക്കെ, താങ്ക് യു.